നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുടി കൊഴിച്ചിലിനെ കുറിച്ചാണ്. ഈ മുടി കൊഴിച്ചിലിനെ കുറിച്ച് മിക്കവാറും എല്ലായ്പ്പോഴും സംസാരിക്കുന്ന കാര്യമല്ലേ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇന്ന് മുടി കൊഴിച്ചിലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചാണ്. ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് ഇപ്പം മുടി കൊഴിച്ചിലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ടീനേജേഴ്സാണ്. ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു 12 വയസ്സ് മുതൽ മുടി കൊഴിച്ചിൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലല്ല അവർക്ക് കാണുന്നത്, കുറച്ചും കൂടെ സീരിയസ് ആയിട്ട്. അതായത് ഒരു ദിവസം ഒരു 100-150 മുടിയൊക്കെ ഒരു കണ്ടിന്യൂസ് ഒരു 3-4 മാസമായിട്ട് ഇപ്പോൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് പൊഴിയുന്നു. ഇപ്പം ആൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ തലയോട്ടി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, സ്കാൽപ്പ് വിസിബിൾ ആവുന്ന രീതിയിലേക്ക് അവരുടെ മുടി പൊഴിഞ്ഞു പോയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പുതിയ മുടി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് അവർക്കൊരു മാനസിക പ്രശ്നം കൂടി ഉണ്ടാക്കുമ്പോഴാണ് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇടുന്നത്. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ടീനേജിൽ വരുന്ന മുടികൊഴിച്ചിലിന് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഒരു കാര്യം. ടീനേജേഴ്സിന് മാത്രമല്ല, പൊതുവെ എല്ലാവരുടെയും ഒരു ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഉറക്കം വൈകി ഉറങ്ങുന്നവരാണ്. ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-10:30 എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സമയമായിരുന്നു. രാത്രി 10-10:30 10 മണിയായി ഇനിയും കിടക്കുന്നില്ല എന്നായിരുന്നു ചോദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ആയാലും 1 മണിയായാലും ഇനിയിപ്പോൾ 2 മണിക്കൊക്കെ ഉറങ്ങുന്ന കുട്ടികളെ എനിക്കറിയാം. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ചിലർ പറയാൻ എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് തന്നെ മൊബൈലിൽ സ്ക്രോൾ ചെയ്യും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിലും വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ഒരു സമയം കുറേ പോവും, അങ്ങനെ രാത്രി ഉറക്കം കിട്ടുന്നില്ല. എന്നാൽ ചിലരാണെങ്കിൽ അത് രാവിലെ ഉറങ്ങി കോമ്പൻസേറ്റ് ചെയ്യും. മറ്റ് ചിലരാണെങ്കിൽ രാവിലെ സ്കൂളിലും കോളേജിലൊക്കെ പോകേണ്ടതുകൊണ്ട് അങ്ങനെ ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിലിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാരണമെന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്. അപ്പോൾ പകൽ കിടന്നുറങ്ങി കോമ്പൻസേറ്റ് ചെയ്യാറുണ്ടെന്ന് ചിലർ പറയാറുണ്ട്. ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പോൾ ഈ ഉറക്കക്കുറവ് മൂലം മുടി കൊഴിച്ചിലുണ്ടാവുന്നവർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ബ്രെയിനിനും ബാക്കിയുള്ള ഓർഗൻസിനും ഇൻറ്റേർണൽ ഓർഗൻസിനും ഉൾപ്പെടെ റെസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ നമ്മൾ ഉറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്രീഷൻ നമുക്കുണ്ടാവുന്നതും നമുക്കൊരു പ്രോപ്പർ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് പോകാനും പറ്റുന്നത്. അതിനൊരു സർക്കാഡിയൻ റിതമുണ്ട്, നമ്മൾ എല്ലാ ദിവസവും ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന റിതം. അത് ഏതെങ്കിലും ഒരു സമയത്ത് പോയി കിടന്നുറങ്ങിയാൽ ബോഡി ഉടനെ തന്നെ സെക്രേറ്റ് ചെയ്യുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആ ഒരു റിതം നമ്മൾ വെല്ലുവിളിക്കാതിരിക്കുക, അത് കൃത്യമായി പാലിക്കാനായിട്ട് നോക്കുക. മിനിമം ഒരു 7 to 8 hours, 6 to 7 hours നമ്മൾ പറയുന്നത്. ഒരു 8 hours ഉറങ്ങുക എന്നുള്ളത് വളരെ നിർബന്ധമാക്കുക. രാത്രിയിൽ എത്ര നേരത്തെ ഉറങ്ങാൻ കിടക്കാമോ അത്രയും നേരത്തെ നിങ്ങൾ ഉറങ്ങി നോക്കുക. ഒരു 2 മാസം കൊണ്ട് ഈ ഉറക്കക്കുറവ് മൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലിനാണെങ്കിൽ അതിന് അത്യാവശ്യം ഒരു വ്യത്യാസം വരും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റാണ്. അതായത് ഇന്നത്തെ ഒരു കാലത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ആഹാര രീതി ഇല്ല. അതായത് വിശപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളിപ്പം ടീനേജേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഗ്രോയിങ് ഏജാണ്, അവർ വളർന്നു വരുന്ന പ്രായമാണ്. അപ്പോൾ ഈ സമയത്ത് അവരുടെ എല്ലും അതുപോലെ തന്നെ മസിലും അതുപോലെ അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഓർഗൻസും വികസിച്ച് നല്ല ശാക്തീകരണം വരേണ്ട ഒരു സമയമാണ്. പക്ഷെ ആ സമയത്ത് ശരിയായ രീതിയിൽ നമുക്ക് പോഷകാഹാരം കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് കൈവിട്ട് പോകും. അതുപോലെ ഇപ്പോൾ ചിലർ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതലും ആഹാരം എന്നത് കാണുന്നതിലുപരി ഇതിനകത്തെ കണ്ടൻസ്, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, ന്യൂട്രിയൻസ് അങ്ങനെയാണ് മിക്കവാറും കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഫുഡ് സ്റ്റൈലിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു സമീകൃത ആഹാരം ശീലിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പല വീഡിയോസിലും പറയാറുണ്ട് ഇന്ത്യൻ ഫുഡ് സ്റ്റൈൽ വളരെ മോശമാണെന്ന്. എനിക്ക് അങ്ങനത്തെ യാതൊരു അഭിപ്രായമില്ല. കാരണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഇല്ല. ഇപ്പോൾ കുറേ പഠനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദോശ കഴിക്കാൻ പാടില്ല, ഇഡ്ഡലി കഴിക്കാൻ പാടില്ല, അത്തരത്തിലൊന്നുമില്ല. ശരിക്കും അതൊക്കെ കഴിച്ചാണ് പണ്ടുള്ളവർ അത്രയും ആരോഗ്യത്തോടെ ഇരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ സ്വത്വത്തിൽ ഊന്നി, അതായത് നമ്മൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻസ് ആണെന്നില്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും നമുക്കൊരു രീതിയുണ്ട്. അതായത് ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും, ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു അവിയലോ സാമ്പാറോ തോരനോ ഒക്കെ ഉണ്ടാവും, അതിൻ്റെ കൂടെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് എടുക്കുക എന്നുള്ളതാണ്. മീനായാലും മുട്ടയായാലും ഇറച്ചിയായാലും ഒക്കെ ആവശ്യത്തിന് നമ്മൾ എടുക്കുക. ഇപ്പോൾ കാണുന്നത്
ടീനേജിൽ ഒരു എന്തൂസിയാസം കയറിയിട്ട് ഒന്നുകിൽ ചിക്കൻ മാത്രം കഴിക്കും, അല്ലെങ്കിൽ മുട്ട മാത്രം കഴിക്കും, അല്ലെങ്കിൽ മുട്ടയും ചിക്കനും മാത്രം കഴിക്കും. ഇങ്ങനെ ഒരു ബാലൻസ് ഇല്ലാതെ കുറേ പ്രോട്ടീൻ എടുക്കും, ചിലർ തീരെയും പ്രോട്ടീൻ എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അതുപോലെ റീഗ്രോത്തിന്, മുടി പൊഴിഞ്ഞു പോയി, ഇപ്പോൾ ചിലർക്ക് വൈറൽ ഫീവറൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് പനി വന്നിട്ട് പോകാറുണ്ട്. മുടി പോകുമ്പോൾ ആ സമയത്ത് കുറച്ചൊരു കൊഴിച്ചിലൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ തിരിച്ചു വന്നാൽ മാത്രമേ ആ ഒരു ഗ്യാപ്പ് ഫില്ലാവൂ. ചില കുട്ടികൾക്ക് അത് ഫില്ലാവില്ല. അങ്ങനെ വരുമ്പോഴും നമ്മൾ ഫുഡ് നല്ല രീതിയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി മൂന്നാമത്തൊരു കാര്യം സ്ട്രെസ്സാണ്. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു സ്ട്രെസ് എല്ലാ കാര്യത്തിലും എല്ലാ മനുഷ്യർക്കും ഉണ്ട് കേട്ടോ. നമ്മളൊരു കാലഘട്ടം വരെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്ര തോതിലൊരു സ്ട്രെസ്സില്ല. ഇത് 8th ആവുമ്പോൾ തൊട്ട് അടുത്തിനി എന്താണ് ഒരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള കുറേ പിന്നെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കുറേ പ്രാക്ടീസസും കുറേ ക്ലാസ്സസും, അത് +2 കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇവരെ ഇപ്പോഴേ ബോധർ ചെയ്ത്, ചിലരിതൊന്നും ബോധേഡല്ല, പക്ഷേ ചില ടീനേജേഴ്സ് വളരെയധികം ബോധേഡാണ്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇതിനുള്ള ഒരുപാട് പ്രതീക്ഷയുണ്ട്, അത് കാരണം എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് കുട്ടികൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ട്രെസ്സ് നമ്മൾ കുറയ്ക്കാനായിട്ട് മറ്റുള്ള എന്തെങ്കിലും ഒരു ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയില്ലേ, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ബ്രെയിനും ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് നമുക്കതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു സ്കില്ലെന്ന് പറയും, അത്തരത്തിലുള്ളൊരു ഫൈൻ സ്കില്ലും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലേ അതിനൊരു ഗുണം കിട്ടുകയുള്ളൂ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗമാണ്. അതായത് പലതരത്തിലുള്ള സ്റ്റൈലിംഗ് ജെൽസ്, അതായത് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ സ്ട്രെയിറ്റനിങ് ചെയ്യാനൊന്ന്, അതുപോലെ പേമിങ് ചെയ്യാനൊന്ന്, കേൾ ചെയ്യുന്ന കുറേ സാധനങ്ങൾ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി കെമിക്കൽസാണ്. ഇതിന് തന്നെ കുറേ പേരുകളും ഒക്കെ ഉണ്ട്. അവർ തന്നെ പറയും ഞാൻ അതാണ് ഉപയോഗിച്ചത്, ഞാൻ ഇതാണ് ഉപയോഗിച്ചത് എന്നൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു ഏജിൽ ചിലപ്പോൾ ഒരു 12ഓ 15ഓ വയസ്സിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ്. ആ ഒരു സമയത്ത് വളരെയധികം കെമിക്കൽസോ കാര്യങ്ങളോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അത് മിനിമലായിട്ട് ഉപയോഗിക്കുക, ആരോഗ്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെയുള്ള സമയത്ത് ഈ മുടി കൊഴിച്ചിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിലൊരു സ്കാൽപ്പ് ഹൈജീൻ ഇല്ലാതിരിക്കുക. ഇപ്പോൾ ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ക്ലെൻസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഫംഗൽ അറ്റാക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കാതെ പോവുക. അതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ തോർത്തായാലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ തലയണോറ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി ഡിസിൻഫെക്റ്റ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോഴും നമുക്ക് പ്രശ്നം വരാം. അപ്പോൾ നമ്മളിതിനൊരു റെമഡി ആയിട്ട് സാധാരണ പറയുന്നത്, പിന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഹീമോഗ്ലോബിൻ, അതുപോലെ ഞാൻ ആ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞാലാണ് B12 ഡെഫിഷ്യൻസി ഒരുപാട് കുട്ടികൾക്കുണ്ട്, ഫെറിറ്റിൻ, അയൺ റിസർവ് കുറവ്, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ അവരെക്കുറിച്ച് വിശദമായി കേസ് ടേക്കിങ്ങിൽ നമുക്കത് അറിയാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. തീർച്ചയായിട്ടും ടീനേജിലോ അല്ലെങ്കിൽ ആ ഒരു യങ് ഏജിൽ നിങ്ങൾക്ക് വരുന്ന മുടി കൊഴിച്ചിലിനെ ഒരു പരിധി വരെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.